വാപ്പായോ ഉമ്മായോ ഇപ്പം ജീവിച്ചിരിപ്പുള്ള മക്കളൊക്കെ ഒന്ന് കൈവക്കിക്കേ. പിടിക്കുന്ന എന്തിനാപ്പ? അള്ളാഹു അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ഈ ചെറുപ്പക്കാരന് ഈ പ്രതിഫലം കിട്ടാനുള്ള കാരണം ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിച്ചത് കൊണ്ടാണ്. മിണ്ടായിരിക്കാൻ പറയണം. മാതാപിതാക്കളെ സ്നേഹിച്ചത് കൊണ്ടാണ് ഇത് കൊടുത്തത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഇത് പറയുമ്പോൾ ആയിഷ ബീബി ചോദിച്ചു, നബിയെ, എനിക്ക് എൻ്റെ വാപ്പാനെയും ഉമ്മാനെയും ഇഷ്ടമാണ്, എനിക്കും കിട്ടുമോ? മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല. ആ ചെറുപ്പക്കാരന് ഒരു 3 നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് ഒരു 3 നല്ല ഗുണമുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കൈ പൊക്കിയ നിങ്ങൾക്ക് ഈ പറയുന്ന 3 സ്വഭാവം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ പറയുന്ന 3 നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കാവുള്ളത്? ഈ പറയുന്ന 3 ഗുണങ്ങളിൽ ആ ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്ന 3 ഗുണങ്ങളിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ സഹോദരിമാരെ? മാതാപിതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കിയ ചെറുപ്പക്കാരാ, നിനക്കുണ്ടോടാ പൊന്നുമോനെ? ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഒന്നാമത്തെ ഗുണമെന്താണ്? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കടിച്ചിട്ടുള്ളവരാ. അല്ലാഹു നമ്മുടെ ഉമ്മയ്ക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാരും ഉമ്മാടെയും വാപ്പാടെയും കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. 99.4% പേര് എല്ലാവരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഗുണം, സ്വന്തം കൈകൊണ്ട് തൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മായിക്ക് സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് വാരി കൊടുക്കുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കുക. നേരത്തെ പൊങ്ങിയ കൈയൊന്നും കാണുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അർക്കപ്പുറ ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദര, നിന്റെ സ്വന്തം ഉമ്മായിക്കും വാപ്പായിക്കും ഇത്രയും കൊല്ലത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ഒരിത്തിരി ചോറ് വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നീ ആരാണെന്ന് നീ തന്നെ ചിന്തിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സഹോദരിമാരില്ലേ, പിന്നെ ഇനി ആ കിളവിക്ക് കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ള ഉസ്താദല്ലേ. ഇന്ന് ഉമ്മായി വിളിക്കുന്നത് കിളവീന്നാ. പുതിയ തലമുറ, പുതിയ ഉമ്മാന്നൊക്കെ ഉള്ള വിളിയൊക്കെ മാറി. അതാണല്ലോ ഇന്ന് പെണ്ണുങ്ങള് കാമുകൻ രാത്രി ഫോൺ വിളിക്കുമ്പോ പറയും, ഓ കിളവനും കിളവി ഉറങ്ങിയിട്ടില്ലടാ, എവിടെ ഇരിപ്പുണ്ട്. അതാ പറയാ. ആരെയാ പറയണേ? സ്വന്തം തന്തയും തള്ളയും, ആരല്ല. സ്വന്തം വാപ്പായി ഉമ്മയെ പറയാം, 2 എണ്ണം ഉറങ്ങിയിട്ടില്ല, ഉറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാം. ഓ ഉറക്കോ ഇല്ല, 2 ചുമച്ചോണ്ട് ഇവിടെ കിടപ്പുണ്ട്. ഇതന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കളുടെ മഹത്വവും പവിത്രതയും ഇന്ന് അറിയാതെ പോവാ. ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിക്കണം, ആരാ ഉമ്മ എന്നിട്ടാ, ആരാണ് ഉമ്മയാരാ വാപ്പയാരാ നിന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ഉമ്മാടെ കാൽച്ചുവട്ടിലാ ആമീൻ ആ സ്വർഗം കിടക്കണേ. എടാ, നിന്റെ ഉമ്മാടെ കാലിന്റെ അടിയിലാ സ്വർഗം കിടക്കണേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉമ്മാനെയൊക്കെ തിരിഞ്ഞു നോക്കാൻ എവിടെ പ്രായം ചെന്ന് മുടിയൊക്കെ നരച്ച് തൊലിയെല്ലാം ചുളുങ്ങി അല്ലാഹുവേ എല്ലും തോലുവായി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഉമ്മായിക്കിന് ചോറ് വാരാൻ, അവരെ പോയി സ്നേഹിക്കാൻ എവിടെ സമയം? ഉമ്മാനെ ചുംബിച്ചിട്ടുണ്ടോ സഹോദരൻ? നിങ്ങളൊക്കെ ചിന്തിക്കുക. സ്വന്തം ഉമ്മാനെ ചുംബിച്ചിട്ട് എത്ര കാലമായി? വാപ്പാനൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര പേരാ പോയിട്ട് ചുംബനം കൊടുക്കുന്ന ഉമ്മായിക്ക്? ഉമ്മായിക്ക് എവിടാ ചുംബനം കൊടുക്കണ്ടേ? എവിടാ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത്? ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കവളിൽ കൊടുക്കണ്ട എന്നല്ല, ഉമ്മയുടെ നെറ്റിയിൽ 2 കണ്ണിന്റെ ഇടയിൽ ചുംബിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ചുംബിക്കുവോ? ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പോകത്തില്ല. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ മക്കളും പെണ്ണുമ്പിള്ളയുടെ അടുത്തല്ല, ഉമ്മാടെ അടുത്ത് തന്നെ ഇരുന്നേനെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ, എന്തേ പേടിയുണ്ട്? അക്കരെ പോകാതിരിക്കും. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്ത അള്ളാഹ് തരുന്ന പ്രതിഫലം പറയട്ടെ. വേണോ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല.
നിങ്ങൾക്ക് വേണമെങ്കിൽ വേണമെന്നുള്ളവർക്കാണ് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ടത്. പണ്ടായിരുന്നു അല്ലാത്തവർക്കൊക്കെ മദ്രസയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിക്കാണ് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ടത്. വീട്ടിൽ പോയി പറയണ കാലമൊക്കെ കഴിഞ്ഞു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണം. ആ ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം കിടക്കുന്നത്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ? ഉമ്മയോടാ. ആരോടാ നബിയെ? ഉമ്മയോട്. ആരോടാ നബിയെ? ഉമ്മയോട്. ആരോടാ നബിയെ? വാപ്പയോട്. 3 പ്രാവശ്യം ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തേ കാരണം? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസം ചുമന്നത് നിന്റെ പെണ്ണുമ്പിള്ള മാത്രമല്ല, ഉമ്മായും ചുമന്നിട്ടുണ്ട് കേട്ടാ. നിന്റെ പെണ്ണുമ്പിള്ള ഗർഭിണിയായപ്പോ പിന്നെ തറയില്ല ഇങ്ങനെ കൊണ്ടടക്ക. ഇങ്ങനെ നോക്കാനും പിടിക്കാനും നീ ഉണ്ടായിരുന്നു, പക്ഷേ നിന്റെ ഉമ്മായെ പിടിക്കാനും നോക്കാനും ആരില്ലായിരുന്നു. 9.5 മാസം ചുമന്നുകൊണ്ട് എല്ലാ ജോലിയും നിന്റെ ഉമ്മ ചെയ്തു. എത്ര പരാതി ആരോടും ഇല്ല, കഷ്ടപ്പാടുണ്ടെങ്കിലും പരാതിയില്ല. 9.5 മാസം ചുമന്നത് ഉമ്മയാ. നിന്റെ ഭാര്യ മാത്രമല്ല പ്രസവിച്ചത്, അവൾ ഇന്ന് സുഖപ്രസവം ഹോസ്പിറ്റലിനകത്ത് കിടന്ന് രാജാവിനെ പോലെ പ്രസവിക്കുന്നു. നിന്റെ ഉമ്മ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്. നിന്റെ ഉമ്മയാണ് നിന്നെ പ്രസവിച്ചത്. പട്ടിണിയാണെങ്കിൽ ഇന്ന് നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസം സുബ്ഹാനല്ലാഹ് ഒന്നരിച്ചിക്കേ. നിന്റെ ഭാര്യ പ്രസവിച്ച് 40 ദിവസം ആട്ടിന്റെ നെയ്യും എന്തൊക്കെയുണ്ടപ്പാ അല്ലേ? 40 ദിവസത്തേക്ക് തമ്പുരാട്ടിയെ പോലെ നോക്കാൻ ആള് വരും. നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിച്ച് കിടക്കുമ്പോ 40,000 50,000 മേടിച്ചിട്ട് 40 ദിവസത്തിന് കുളിപ്പിക്കാനും നോക്കാനും പെണ്ണുങ്ങൾ. പ്രസവിച്ചതിന്റെ 4ന്റെ അന്ന് അവിടെ ആരുമില്ല, നിന്റെ ഉമ്മ തന്നെയാ എഴുന്നേറ്റ് ചോറും കറിയും വെച്ചത്. ഓർമ്മ വേണം കേട്ടാ. പ്രസവിച്ച് 3ന്റെ അന്നേ നിനക്കൊക്കെ ചോറ് വെച്ച് നിന്റെ കൂടെ പുറപ്പ് തന്നത് ഈ ഉമ്മയാ. ഉമ്മയുടെ നടുവേദന ഇന്നും മാറാത്ത എന്തുകൊണ്ടെന്നറിയോ? അന്ന് പ്രസവിച്ചിട്ട് കിടക്കാതെ കിടന്ന് നിന്നെയൊക്കെ നോക്കിയതാ സഹോദര. അതാ ഉമ്മ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടില സ്വർഗം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മ വാപ്പ അവരെ നമുക്ക് ബഹുമാനിക്കണം, ആദരിക്കണം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഭക്ഷണം നിന്റെ കൈ കൊണ്ട് ഒരിക്കലെങ്കും വാരിക്കൊട്. അള്ളാന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കോ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കോ? എന്നും കൊടുക്കണ്ടെന്ന്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കാന്ന് നിയത്ത് ചെയ്യുന്നവർ കയ്യെത്തിക്കുക. ഇന്നത്തെ വയത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് അൽഹംദുലില്ലാ. നിങ്ങൾ എങ്ങനെ കൊടുക്കോ? ഒന്ന് കൈ പൊക്കിക്ക. താത്താമാരൊക്കെ പൊക്കിക്ക. നീ കൊടുക്കണ്ട ഇരുന്നോ. നീ ചാവാൻ കിടക്കുമ്പോ വെള്ളം ഒഴിച്ചു തരാനും നിന്റെ മക്കൾ ഉണ്ടാവില്ല. അത്ര തന്നെ. സ്വന്തം ഉമ്മായിക്ക് ചോറ് വാരി കൊടുക്കാൻ മനസ്സില്ലാത്ത നീ 10 എണ്ണത്തിന് പെറ്റവളാണെങ്കിലും മരിക്കാൻ കിടക്കുമ്പോ വെള്ളം ഒഴിച്ചു തരാ ഒരെണ്ണം ഉണ്ടാവില്ല. നീ ചെയ്തതേ നിന്റെ മക്കളും നിന്നോട് ചെയ്യൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. ഉമ്മായിക്ക് മാത്രല്ലട്ടാ, വാപ്പായ്ക്ക് വിലയില്ല എന്നല്ലട്ടാ. വാപ്പായ്ക്ക് ആണുങ്ങൾക്ക് വിലയില്ല എന്നല്ല. ആണുങ്ങൾ ആരെന്നറിയോ? വാപ്പ ആരെന്നറിയോ? എല്ലാവർക്കും വാപ്പയോട് ദേഷ്യവ. കാരണം വാപ്പ തല്ലു. വാപ്പ എന്ന് പറഞ്ഞ സ്നേഹം പുറത്ത് കാണിക്കില്ല, ഉള്ളിൽ കൊണ്ടു നടക്കും. അതങ്ങനെ കാണിക്കണം. സ്നേഹം കാണിച്ച തോളി കയറിയിരിക്കും. അതുകൊണ്ടാ കാണിക്കാത്ത. കാരണം വാപ്പായി ഉമ്മായെ പോലെ വാപ്പായി ആയാലോ മക്കൾ പറഞ്ഞാൽ അനുസരിക്കൂല. അതുകൊണ്ടാ പണ്ടത്തെ വാപ്പമാര് എടാ വാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യാൻ വേണ്ടി മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ വാപ്പമാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്കാന്നറിയോ? തൻ്റെ മക്കളെ നേരെയാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്ക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തിനു വേണ്ടി? മക്കൾ തെറ്റ് ചെയ്യുമ്പോ അവരെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു വടിയുണ്ടോ? ഉണ്ടോപ്പാ? ഒന്ന് കൈവക്കിക്ക്. നിന്നോടെ വീടിന്റെ അകത്ത് കിടന്നിങ്ങനെ ചാടുമ്പോഴേ, പറഞ്ഞാൽ അനുസരിക്കാതെ വീടിന്റെ അകത്ത് കിടന്ന് തുള്ളുമ്പോ ഉമ്മ ചോദിക്കും, മോനെ അതുകൊണ്ട് ആ അലമാരിയുടെ മുകളിൽ ഇരിക്കുന്നത് കണ്ടോടാ? ഇത്രയേ ചോദിക്കത്തുള്ളൂ. എടാ അതുകൊണ്ട് അലമാരി, അന്ന് പിന്നെ അലമാരി ഒന്നും ഇല്ലല്ലോപ്പാ. ഒരു ഉദാഹരണം,
ഉമ്മ ചോദിക്കുക, അവിടെ ഇരിക്കുന്നത് കണ്ടോ? കണ്ടുമ്മ. സുബ്ഹാനല്ലാഹ്, തീർന്നു. എന്തേ? അവിടെയാണ് വാപ്പ വടിവെട്ടി വെച്ചിരിക്കുന്നത്. അതറിയാം. അതുകൊണ്ട് തല്ലാനല്ല മനുഷ്യ, ബർക്കത്തിന് വേണ്ടി നിന്റെ വീട്ടിൽ ഒരു കമ്പനി ഒടിച്ചു വെക്ക്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മയ്ക്ക് ഭക്ഷണം വാരിക്കൊടുക്ക്. 2, ആ കുഞ്ഞിൻ്റെ ഉമ്മ അതിനെ പരിഗണിക്കപ്പ. പാവം. ഒന്നെടുത്തൊന്ന് സുബ്ഹാനല്ലാഹ്, ഒന്ന് നടന്നേരെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. 2 ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ മകന്റെ 2ാമത്തെ ഗുണം, ഉമ്മച്ചിയുടെ മുന്നിൽ ശബ്ദമുയർത്തൂല. നമ്മളോ? ഉമ്മ നമ്മുടെ മുന്നിൽ പാവാ മിണ്ടൂല. ഉമ്മ നമ്മുടെ മുന്നിൽ മിണ്ടൂല. നമ്മുടെ ശബ്ദവോ? ഉമ്മാനെ വിളിക്കണ വിളി കേട്ടിട്ടുണ്ടോ? ഉമ്മാനെ വിളിക്കണ ഭാഷ കേട്ടിട്ടുണ്ടോ? പച്ച തെറി വിളിക്കാറുണ്ട് ഉമ്മാനെ. കിളവി ഇങ്ങനെ ഇതൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിക്കുക. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേയെന്ന് പറയണ വാക്ക് പോലും പറയരുത്. നമ്മൾ അത് പറയാറില്ല. പറയുന്നത് അതിനേക്കാൾ അപ്പുറത്തെയാണ്. എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ മനസ്സുകൊണ്ട് നീ പഠിച്ചതാ. അവരുടെ മുന്നിലൂടെ നടക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. പഠിച്ചതല്ലേ. ഇന്നും മക്കള് ഭരിക്കുന്നു വാപ്പാനെ ഉമ്മാനെ. മാതാപിതാക്കളെ ഭരിക്കുന്നത് മക്കളാ. വീടൊക്കെ വെച്ച് കൊട്ടാരം പോലെ വീട് ഗൾഫിൽ പോയി ഇത്തിരി പണമായി ഇത്തിരി വീടായി കഴിഞ്ഞപ്പോ ഉമ്മാനെ ഉപ്പാനെയും കൊണ്ട് വന്നിട്ട് മോൻ പറയും, 2 കൂടെ വല്ലതും തിന്നിട്ട് ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോണ്ട് ഭരിക്കും. അങ്ങനെ ഒരു കാലം കണ്ട ആകാശത്ത് നിന്ന് തീമഴ പെയ്യാൻ സമയമായെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചങ്ങായി, നീ വളർന്നിട്ടില്ല നിന്റെ ഉമ്മാനെ ഭരിക്കാൻ കേട്ടോ. എത്ര വലിയവനായാലും നീ ഈ ലോകത്ത് എവിടേക്ക് എത്തിയാലും ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. ഭരിക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണും പിള്ളയെ ഭരിക്കും. എന്നിട്ടും തീരുന്നില്ലെങ്കിൽ മക്കളെ ഭരിക്കും. അല്ലാതെ വാപ്പാനെ ഉമ്മാനെ നീ ഭരിക്കരുത്. അവരെ നീ ഭരിക്കാൻ പോയാ അവരുടെ മുന്നിൽ ശബ്ദമുയർത്തിയ പോയി ഹസ്റ ദുനിയാ വൽ ആഖിറ. ദുനിയാവും പോകും, ആഖിറവും പോകും. ചാകാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ഈ നാക്കങ്ങോട്ട് പൊക്കാൻ നോക്കുമ്പോ പൊങ്ങില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ വിലയതാ. വാപ്പയാരാ? സ്നേഹം പുറത്ത് കാണിക്കത്തില്ലെങ്കിലും വാപ്പയാരാ? സ്വർഗത്തിന്റെ മധ്യ കവാടവാ വാപ്പ. ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നതെങ്കിൽ വാപ്പാടെ കവാടം, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പ. അതിലൂടെയേ ഉമ്മാടെ കാലിനടി കിടക്കുന്ന സ്വർഗത്തിൽ കയറാൻ പറ്റൂ. ആ ഓർമ്മ കൂടെ എല്ലാത്തിനും വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ആ സഹാബിക്കുണ്ടായിരുന്ന 2ാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദം ഉയർത്തി സംസാരിക്കില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുമ്മ എന്ത് വാപ്പ. ഭർത്താവിനെ തന്നെ വരച്ചവരെ നിർത്താം. പെണ്ണെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിഷ ബീവി 25 കൊല്ലം ജീവിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 25 കൊല്ലം മുത്തുനബിയുടെ കൂടെ ജീവിച്ചു. മുത്തുനബിക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. അപ്പോഴാ കല്യാണം കഴിച്ചത്. ആ വയസ്സിന്റെ ഒരു ഡിഫറൻസ് നോക്കണം. പ്രായം 40 വയസ്സ് ഖദീജ ബീവിക്ക്, മുത്തുനബിക്ക് 25 വയസ്സ്. എന്നിട്ട് ഇവർ രണ്ടും കൂടെ 25 കൊല്ലം ജീവിച്ചു. ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകത്ത് വേറെ ഒരു പെണ്ണിനും അത് കിട്ടൂല. ലോകത്ത് വേറെ ഒരു പെണ്ണിനും ആ പ്രതിഫലം കിട്ടൂല. എന്തിനാ അല്ലാഹ് അത് കൊടുത്തെന്നറിയോ? ഒരു മുത്തിന്റെ കൊട്ടാരം. നിനക്ക് ആലപ്പുഴ കടപ്പുറമല്ലേ അറിയത്തുള്ളൂ. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ആ കൊട്ടാരം ഇരിക്കുന്നത്. എന്തിനാ കൊടുത്തേ? 25 കൊല്ലം ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 25 കൊല്ലം, എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ പ്രായമുള്ള ഖദീജ ബീബി 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ടില്ല. അതിനാ അള്ളാഹ് ഈ സമ്മാനം കൊടുത്തത്. നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ? നരച്ചിക്ക് കിട്ടുമോ? നിന്റെ ഭർത്താവിന് കിട്ടും, നിനക്ക് കിട്ടില്ല. കാരണം ഓൻ മിണ്ടൂല, ഓൻ പാവാ. ചിരിക്കണില്ലേ? ചിരിക്കണം. ഓ, നല്ല സ്വഭാവട്ടാ. ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്ന നല്ല സ്വഭാവമാണെന്ന് തോന്നില്ലേ? 3 വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ പോകില്ല. 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ പോകില്ല. 1ാമത്തെ ഭർത്താവ് ആരെന്നറിയോ? ഒന്ന് നേരെ ഇരുന്ന് നീ ഉണ്ടോ നോക്കാനാ. നേരെ ഇരി. 1ാമത്തെ ഭർത്താവ് ആരെന്നറിയോ? പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനെന്താ ഇപ്പൊ ഇവിടെ പറയാ?
നമ്മുടെ നാട്ടിലൊക്കെ പെമ്പോ എന്തെന്ന് പറയും, ഇവിടെ എന്താ പറയുക, പെണ്ണും പിള്ള വരയ്ക്കണ വരയ്ക്കപ്പുറത്തോട്ട് നീങ്ങൂല, ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ അങ്ങോട്ട്. എന്നിട്ട് ഈ ദേഷ്യം തീർക്കുന്നത് പള്ളിയിലെ ഖത്തീബിനോടാണ്. ഭാര്യയോടുള്ള ദേഷ്യം തീർക്കണ നാട്ടുകാരോട്. വീട്ടിൽ വന്ന പാവക്കുഞ്ഞ ഇങ്ങോട്ട് വാ മിനിച്ചാന്ന് പറഞ്ഞാൽ അങ്ങോട്ടില്ല, അങ്ങോട്ട് കിടക്കുന്ന അങ്ങോട്ട് കിടക്കുക. പെണ്ണിന്റെ അടിമ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ. നട്ടല് വേണം കേട്ടാ, നട്ടല്. ചില കാര്യങ്ങൾ നീ ആണാ, അത് മറന്നു പോകരുത്. നീയല്ല അവളെ കെട്ടിയത്, അവളല്ല നിന്നെ കെട്ടിയത്, നീ അവളെ കെട്ടിയത്. ആ ഓർമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് കണ്ടാ വിചാരിക്കും താത്തായ നിന്നെ കെട്ടിയെന്ന്. അങ്ങനെ ആവരുത്. നീ പെണ്ണിന്റെ അടിമയല്ല, നീയാണ് ചെലവിന് കൊടുക്കുന്നത്. നിന്റെ ഒരു ഇതുണ്ടല്ലോ, വീട്ടില് ചെലവിന് കൊടുക്കുന്നത് നീയാ. നീ പറയുന്നത് വേണം നിന്റെ ഭാര്യയും മക്കളും കേൾക്കാൻ, അവര് പറയുന്നതല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം നാളെ അള്ളാഹു നിന്നോട് അവരെ കുറിച്ച് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യം ഞാൻ അടിച്ചമർത്തിയതൊന്നും അല്ലട്ടാ. നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവുമുണ്ട്. ചില കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം, അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല ജീവിതം നൽകുമാറാകട്ടെ, അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ അടച്ചാക്ഷേപിച്ചതല്ല, നിങ്ങൾ അടിമകളാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹുവിൻ്റെ ദീൻ തരുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് 2, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തരുത്. 3, വിശദീകരിക്കുന്നില്ല. 3, ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ ആരെങ്കിലും കാണാൻ വന്നിട്ട് പോകും, കൂടെ പോകും. ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ ഉമ്മ കാണാതെ പുറകിൽ പോകും. പോയിട്ട് ചോദിക്കും, എൻ്റെ ഉമ്മച്ചി വല്ല പരാതിയും പറഞ്ഞു, എന്തെങ്കിലും എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്നോടൊന്നും പറയാറില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ചെയ്തു കൊടുക്കാനാ. ഇന്നാണെങ്കിൽ ഉമ്മ അങ്ങാണം വല്ല പരാതിയും പറഞ്ഞെന്ന് പറഞ്ഞാ സുബ്ഹാനല്ലാഹ്, എൻ്റെ ചെലവിനും തിന്നിട്ട് ഇവിടെ കിടന്ന് എന്നെ കുറ്റം പറഞ്ഞ അടുത്തവൻ്റെ വീട്ടിൽ പോ തട്ടല. ആ ചെറുപ്പക്കാരൻ അങ്ങനല്ല. വീട്ടിൽ വന്നിട്ട് പോകുന്നവരുടെ പുറകിൽ പോയിട്ട് ചോദിക്കും, ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ, വല്ല പരാതിയും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മാടെ കൂട്ടുകാരെ ഒന്നും തെരഞ്ഞു പോകണ്ട, ഉമ്മായും വാപ്പായും ചോദിക്കുന്നതെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മ പറയും, മോനെ പ്രഷറിന്റെ ഗുളിക തീർന്നടാ. എന്താ ഉമ്മ, നിങ്ങളിപ്പോ ചോറൊന്നും തിന്നാറില്ലേ, ഗുളികയാണോ തിന്നുന്നത്? 150 രൂപയുടെ ഗുളികയ്ക്ക് കണക്ക് പറയുന്നവരാ നമ്മള്. അപ്പായും ഉമ്മായി എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കൂല. സഹോദര, അവര് ജീവിച്ചിരിക്കുന്ന കാലത്തെ ചെയ്യാൻ പറ്റൂ. അത് ജീവിച്ചിരിക്കുന്ന കാലത്തെ നിന്റെ ഉപ്പ നിന്റെ ഉമ്മ, പലർക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല സഹോദര. മാതാപിതാക്കൾ അത് അല്ലാഹു ഒരു ഭാഗ്യമാണല്ലോ. വാപ്പായിക്ക് ഉമ്മായിക്കൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്നൊരു ഭാഗ്യം അല്ലാഹു നമുക്കൊന്നും അതിന്. ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പ ആ മനുഷ്യനെയൊക്കെ നല്ലതുപോലെ ഒരു ദിവസമെങ്കിലും ആ ഉപ്പയ്ക്കൊക്കെ ഖിദ്മത്ത് ചെയ്യണം. ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ ഉപ്പാനെ കാണാൻ പറ്റിയില്ല, ഖബറിലായിപ്പോയി. അല്ലാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള, നമുക്ക് അതിന് ഇല്ലാത്തവർക്കേ അതിൻ്റെ വേദന അറിയും. അതുകൊണ്ട് കുറച്ച് നാളല്ലേ ആ പാപങ്ങൾ, അവരുടെ ദുആ, അവരുടെ കഷ്ടപ്പാട്, അവരാ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ. അവരുടെ ദുആ കൊണ്ടല്ലേ നിനക്കിതെല്ലാം കിട്ടിയേ. എടാ, നിന്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാ? അതുകൊണ്ട് നിന്റെ ഉമ്മായും വാപ്പായും ആ പ്രായമായവർക്ക് ഖിദ്മത്ത് ചെയ്യും. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക്. അവരുടെ അടുക്കൽ പോയി കുറച്ചേരം ഇരുന്ന് സംസാരിക്ക്. കുറച്ചു നേരം ഉമ്മാടെയും വാപ്പാടെയും ചാരത്തൊക്കെ പോയിരുന്ന് മനസ്സ് തുറക്ക്. അള്ളാഹുവരുടെ കയ്യും കാലൊക്കെ നെക്കി കൊടുക്കുക, ഒരു ഉമ്മ കൊടുക്കുക. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ഉമ്മ വഴക്കു പറയുന്നത് പോലും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ഉമ്മ, അള്ളാഹു പടച്ചോൻ ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മ എന്നെ വഴക്ക് പറയും, പക്ഷെ അപ്പോഴും ചിരിക്കും. ദേഷ്യം ഒരിക്കലും വരാറില്ല. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ പാതിരാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഇത്രയും നേരം എവിടെ പോയിരുന്നടാന്ന് ചോദിച്ചാൽ, നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്രയും നേരം എന്ന് വെച്ചാൽ ദേഷ്യം വരും, ഇല്ലേ? മക്കള് ചോദിച്ചാൽ ദേഷ്യം വരും. പക്ഷെ അതേ ചോദ്യം ഉമ്മ ചോദിച്ചാലോ? പാതിരാത്രി 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ചോദിക്കുക, ചോറും തിന്നണ്ട, കറങ്ങി നടക്കുക, 12 മണി വരെ ഉറങ്ങണ്ടടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഉമ്മ വഴക്ക് പറഞ്ഞാലും അത് കേൾക്കാനൊരു സുഖവാ സഹോദര. നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ഈ ലോകത്ത് നമ്മുടെ ഉമ്മയും വാപ്പയേ ഉള്ളൂ. അത് മറന്ന് വേറെ ആര് വിളിച്ചാലും ആ ഒരു സുഖമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മാപ്പാനെ ഉമ്മാനെ സ്നേഹിക്ക്. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. പ്രായമുള്ള മാതാപിതാക്കൾ വയസ്സാം കാലത്ത് നിന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നശിച്ചു പോകട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരന്
3 നല്ല ഗുണമുള്ളത് കൊണ്ടാണ് അല്ല സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും സ്വർഗത്തിലെ ഭക്ഷണവും കൊടുത്തത്. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ദീർഘായുസ് കൊടുക്കണേ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പം മലക്കുകൾ സ്നേഹിക്കുന്ന 6 വിഭാഗത്തിൽ 3ാമത്തെ വിഭാഗം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ.